ഹായ്, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് IIR ഫിൽറ്റേഴ്സ് ആണ്. IIR ഫിൽറ്റേഴ്സിന്റെ ബേസിക് ഇക്വേഷൻ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നോക്കിയിരുന്നു. H of Z is equal to sigma k equal to 0 to m bk z raised to minus k divided by 1 plus sigma k equal to 1 to n ak z raised to minus k. അതായത് ഇത് നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്തത് ഇക്വേഷൻ? പ്രസന്റ് ഔട്ട്പുട്ട് പ്രീവിയസ് ഇൻപുട്ടിനെയും പ്രസന്റ് ഇൻപുട്ടിനെയും പ്രീവിയസ് ഇൻപുട്ടിനെയും പ്രീവിയസ് ഔട്ട്പുട്ട്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തത്. അപ്പോഴത്തേക്കും ഇത്ര ഓർക്കുക, IIR ഫിൽറ്റേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ ഉണ്ടാവും. നെക്സ്റ്റ്, ഡിസൈൻ ഓഫ് IIR ഫിൽറ്റർ ഫ്രം അനലോഗ് ഫിൽറ്റേഴ്സ്. അപ്പം നമുക്ക് രണ്ട് മെത്തേഡാണുള്ളത്. അപ്പം അനലോഗ് ഫിൽറ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് HA ഓഫ് എസ്. എസ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ അനലോഗ് ഡൊമെയിനാണ്, ലാപ്ലാസ് ഡൊമെയിനാണ്. ഈ ഫിൽറ്ററിൽ നിന്ന് നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ H ഓഫ് Z എന്ന് പറയുമ്പോഴത്തേക്കും ഡിജിറ്റൽ ഡൊമെയിനാണ്, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഡൊമെയിനാണ്. ഈ H ഓഫ് Z എന്നുള്ള ഫിൽറ്റർ ഡിജിറ്റൽ ഫിൽറ്റർ, HA ഓഫ് S എന്നുള്ള അനലോഗ് ഫിൽറ്ററിൽ നിന്ന് H ഓഫ് Z എന്നുള്ള ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ്. Impulse invariant method. Second one is bilinear transformation. Bilinear transformation. ഇത് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ കയ്യിൽ അനലോഗ് ഫിൽറ്റർ ഉണ്ടെങ്കിൽ അതിനെ ഡിജിറ്റൽ ആക്കാനാണ് ഈ രണ്ട് മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ എന്താ ചെയ്യും? നമ്മുടെ കയ്യിൽ അനലോഗ് ഫിൽറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു അനലോഗ് IIR ഫിൽറ്റർ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഫിൽറ്റർ ആക്കാനുള്ള രണ്ട് മെത്തേഡ്സ് ആണിത്. അപ്പോൾ ഈ അനലോഗ് ഫിൽറ്റർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അനലോഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യണം. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ഈ അനലോഗ് ഫിൽറ്റർ ഉണ്ട് എന്നുള്ള രീതിയിൽ അതിനകത്തുനിന്ന് ഡിജിറ്റൽ ഫിൽറ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഡിജിറ്റൽ ഫിൽറ്റർ ഫസ്റ്റ് കേസ് എടുക്കേ, ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ്. അപ്പോൾ ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡിൽ ഞാൻ ജനറൽ ആയിട്ടൊരു H ഓഫ് N എന്നുള്ള ഒരു കോഎഫിഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ Z ട്രാൻസ്ഫോം ഒന്ന് കണ്ടുപിടിക്കുകയാണ്. സിഗ്മ N ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി H ഓഫ് N Z റേസ് ടു മൈനസ് N. അപ്പം ഞാനിത് ഇസഡിന് E റേസ് ടു മൈനസ് ST സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Z ഈസ് ഈക്വൽ ടു E റേസ് ടു മൈനസ് ST. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? സിഗ്മ N ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി H ഓഫ് N E റേസ് ടു ഇസഡിന് പകരം E റേസ് ടു മൈനസ് ST അല്ലേ? ദ ഹോൾ റേസ് ടു മൈനസ് N. E റേസ് ടു പ്ലസ് ST ആണ് കൊടുക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് Z ഈക്വൽ ടു E റേസ് ടു ST. സോ H ഓഫ് N E റേസ് ടു ST ദ ഹോൾ റേസ് ടു മൈനസ് N. അപ്പം അതെന്താവും? സിഗ്മ N ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി H ഓഫ് N E റേസ് ടു മൈനസ് സേ ക്യാപിറ്റൽ T മൈനസ് ST N. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് നോക്കിക്കേ, ഇവിടെ Z റേസ് ടു മൈനസ് N, ഇവിടെ ഇസഡിന്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? E റേസ് ടു ST അല്ലേ? അപ്പം നമ്മൾ മാപ്പിംഗ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇസഡിന് എന്ത് കൊടുത്തു? E റേസ് ടു ST. ഓക്കെ, അപ്പം നമ്മൾ H ഓഫ് ഇസഡിന്റെ ബേസിക് ഇക്വേഷൻ എടുത്തു, ഇസഡിന് E റേസ് ടു ST എന്ന് കൊടുത്തു. അതായത് നമ്മൾ ഇസഡിന് പകരം എസ് ഡൊമെയിനിൽ ഒരു വാല്യൂ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതായത് E റേസ് ടു ST. നെക്സ്റ്റ്, എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാപ്ലാസ് ഡൊമെയിൻ ആണ് അല്ലേ? എസ് ഈസ് ദി ലാപ്ലാസ് ഡൊമെയിൻ. എസ് എന്ന് പറഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ. നമ്മൾ എസ് ഡൊമെയിൻ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ആക്സിസിൽ സിഗ്മ, ഇവിടെ നമ്മൾ ജെ ഒമേഗ മൈനസ് ജെ ഒമേഗ.
അപ്പം നമുക്ക് ഏത് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും എസ് ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഈ ഒരു പ്ലെയിനിലോട്ടായിരിക്കും ആ വാല്യൂസ് വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇസഡ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് വേരിയബിൾ ആണ് അല്ലേ. ഇസഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇസഡ് ട്രാൻസ്ഫോം പഠിക്കുമ്പോഴത്തേക്കും ആർ ഇ റൈസ് ടു ജെ ഒമേഗ അല്ലെ. ഒരു യൂണിറ്റ് സർക്കിളിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇസഡ് ട്രാൻസ്ഫോം ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ എസ് ഡൊമൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്ലെയിനിലോട്ട് നമ്മൾ ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് അത് തമ്മിൽ ലൈൻസ് റെപ്രസെന്റ് ചെയ്തിട്ട് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ വെച്ചിട്ടാണ് സ്റ്റെബിലിറ്റി നോക്കുന്നത്. ദെൻ ഇസഡ് ട്രാൻസ്ഫോം ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെന്താണ്? ഒരു സർക്കിളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മാപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഇ റൈസ് ടു ജെ ഒമേഗ. ആ ഓരോ റേഡിയസിനനുസരിച്ചിട്ട് ഇതെന്ത് ചെയ്യും? വേരി ചെയ്യും. അപ്പോഴത്തേക്കും നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ആർ ഇ റൈസ് ടു ജെ ഒമേഗ ഈക്വൽ ടു ഇസഡ് എന്ന് എഴുതാം. ഇസഡിന് പകരം നമ്മൾ ഇവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഇ റൈസ് ടു എസ് ടി അല്ലേ. അപ്പൊ ഇ റൈസ് ടു എസ് ടിക്കകത്ത് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ പ്ലസ് ജെ ഒമേഗ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? ആർ ഇ റൈസ് ടു ജെ ഒമേഗ ഈക്വൽ ടു ഇ റൈസ് ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ടി. അപ്പൊ നമ്മൾ ഈ എസഡ് ഈക്വൽ ടു ഇ റൈസ് ടു എസ് ടി എന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. അപ്പൊ ഇ റൈസ് ടു എസ് ടിക്കകത്ത് എസ് എന്ന് പറഞ്ഞാൽ സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്, ഇസഡ് എന്ന് പറഞ്ഞാൽ ആർ ഇ റൈസ് ടു ജെ ഒമേഗയാണ്. സോ ആർ ഇ റൈസ് ടു ജെ ഒമേഗ ഈക്വൽ ടു ഇ റൈസ് ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ടി. ഓക്കെ ആണല്ലോ. ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇ റൈസ് ടു സിഗ്മ ടി ഇൻറ്റു ഇ റൈസ് ടു ജെ ഒമേഗ ടി. സോ ആർ ഇ റൈസ് ടു ജെ ഒമേഗ ഈക്വൽ ടു ഇ റൈസ് ടു സിഗ്മ ടി ഇൻറ്റു ഇ റൈസ് ടു ജെ ഒമേഗ ടി. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു സിഗ്മ ടി അല്ലേ. ദെൻ ഇമാജിനറി പാർട്ട് ഇ റൈസ് ടു ജെ തീറ്റ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ തീറ്റ അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു ഇവിടെ ഒമേഗ ടി. ജെയുടെ തീറ്റ വാല്യൂ ഇവിടെ ഒമേഗയാണ്, ഇവിടെ തീറ്റ വാല്യൂ ഒമേഗ ടി ആണ്. അപ്പം നമ്മൾ മാഗ്നിറ്റ്യൂഡും ഫേസും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ആർ ഈക്വൽ ടു ഇ റൈസ് ടു സിഗ്മ ടി ആൻഡ് ഒമേഗ ഈക്വൽ ടു ക്യാപിറ്റൽ ഒമേഗ ടി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇസ് നമുക്കിത് ഓരോ കേസ് നോക്കാം ഈ മാപ്പിംഗ് നടക്കുന്നത്. അപ്പോഴും നമ്മൾ സിഗ്മ എന്നുള്ള അനലോഗ് ഡൊമൈനിലെ ആർ എന്നുള്ള ഡിജിറ്റൽ ഡൊമൈനിലോട്ട് എന്ത് ചെയ്തു? മാപ്പ് ചെയ്യുകയാണ് അല്ലേ. അല്ലെങ്കിൽ ഒമേഗ എന്നുള്ള അനലോഗ് ഡൊമൈനിൽ നിന്ന് സ്മോൾ ഒമേഗ എന്നുള്ള ഡിജിറ്റൽ, ഇത് രണ്ട് ടേംസും ഇസഡുമായിട്ട് റിലേറ്റ് ചെയ്തും ഈ രണ്ട് ടേംസും എസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് മാപ്പിംഗ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കേസ് 1 നോക്കാം. കൺസിഡർ എനി പോൾ ഓൺ ദി ജെ ഒമേഗ ആക്സിസ്. കൺസിഡർ എനി പോൾ ഓൺ ദി ജെ ഒമേഗ ആക്സിസ്. അപ്പം നമുക്കറിയാം എസ് പ്ലെയിൻ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. സിഗ്മ മൈനസ് സിഗ്മ ജെ ഒമേഗ മൈനസ് ജെ ഒമേഗ. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നതാണ് ലാപ്ലാസ് ഡൊമൈൻ വരയ്ക്കുന്നത്. അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. ഒരു പോള് ജെ ഒമേഗ ആക്സിസിൽ കിടക്കുന്ന പോൾസ് ആണെന്നുണ്ടെങ്കിൽ എനി പോൾ ലൈസ് ഓൺ ദി ജെ ഒമേഗ ആക്സിസ്, ഇതിന് കറസ്പോണ്ടിങ് ഇസഡ് പ്ലെയിനിൽ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? യൂണിറ്റ് സർക്കിള്, ഇതാണ് ഇസഡ് പ്ലെയിൻ, ഇത് എസ് പ്ലെയിൻ ആണ്, ഇത് ഇസഡ് പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിലേക്ക് മാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ മാപ്പ് ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഈ ജെ ഒമേഗ ആക്സിസിൽ വരച്ച പോൾസ് ഇസഡ് പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്യുമ്പം നമ്മുടെ ഇക്വേഷൻ വഴി എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പം നോക്കിക്കേ, ജെ ഒമേഗയിലുള്ള വാല്യൂസ് അല്ലെ, സിഗ്മ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ സിഗ്മയ്ക്ക് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? ആറ് മാഗ്നിറ്റ്യൂഡ് എന്ത് വരും? ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ
ലൈനിലുള്ള പോൾസ് എങ്ങോട്ടേക്കായിരിക്കും വരുന്നത്? ഈ യൂണിറ്റ് സർക്കിളിലേക്കായിരിക്കും എന്താവുന്നത്? മാപ്പ് ആവുന്നത്. ഓക്കെ ആണല്ലോ. സോ ഓൺ ദി യൂണിറ്റ് സർക്കിൾ. അപ്പം നമ്മൾ എസ് ഡൊമെയിനിൽ ഇങ്ങനെ ഒരു നമുക്കെടുത്ത ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ പോൾസ് ഇവിടെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് എങ്ങോട്ടേക്കാവും? ഡിജിറ്റൽ ഡൊമെയിനിൽ ഓൺ ദ സർക്കിൾ ആവും. ഓക്കെ ആണല്ലോ. അതുപോലെ ഇനി കേസ് 2. കേസ് 2 എന്ന് പറഞ്ഞാൽ സിഗ്മ ലെസ് ദാൻ 0. സിഗ്മ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എസ് ഈസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. സിഗ്മ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടം തൊട്ട് ഈ റീജിയൻ അവിടെ എവിടെയെങ്കിലും ആണ് നമ്മുടെ പോൾസ് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വരയ്ക്കാം ഫിഗർ. ഇവിടെ എവിടെയെങ്കിലും ആണ് പോൾസ്. സിഗ്മ ലെസ് ദാൻ 0, സിഗ്മ ജെ ഒമേഗ മൈനസ് സിഗ്മ മൈനസ് ജെ ഒമേഗ. ഇതെങ്ങോട്ടേക്കായിരിക്കും നമ്മൾ ഇസഡ് ഡൊമെയിനിലോട്ട് മാപ്പ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ഇസഡ് പ്ലെയിൻ. ഇതിലേക്ക് മാപ്പ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സിഗ്മ ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു നെഗറ്റീവ് ടേംസ് അല്ലേ? ഇ റേസ് ടു നെഗറ്റീവ് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസൈഡ് ദി യൂണിറ്റ് സർക്കിൾ. ഇനി അതെങ്ങനെയാണ് ഇൻസൈഡ് യൂണിറ്റ് സർക്കിൾ വരുന്നത്? നമ്മൾ ഇക്വേഷൻ ചെക്ക് ചെയ്യുക. ഇ റേസ് ടു സിഗ്മ ലെസ് ദാൻ 0 ആണ്. സിഗ്മ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇ റേസ് ടു ഈ ടേം എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. സിഗ്മ ലെസ് ദാൻ 0 വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇ റേസ്റ്റിന്റെ വാല്യൂ എപ്പോഴും നമ്മളത് പ്ലോട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിഗ്മയുടെ വാല്യൂ 0യേക്കാൾ ലെസ് ആയിട്ടുള്ള വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇ റേസ് ടു സിഗ്മ ടി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ പോൾസ് എവിടെ ആയിരിക്കും? ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദി യൂണിറ്റ് സർക്കിൾ. ഈ ഒരു പോർഷനിലായിരിക്കും നമ്മുടെ പോൾസ് മാപ്പ് ആവുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള പോൾസ് മാപ്പ് ആവുന്നത്. ക്ലിയർ ആണല്ലോ. ഇതുപോലെ കേസ് 3 പറയാം. കേസ് 3 എന്താണ്? സിഗ്മ ഗ്രേറ്റർ ദാൻ 0. ഇപ്പൊ സിഗ്മ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോഴത്തേക്കും റൈറ്റ്സ് RHSൽ വരും നമ്മുടെ പ്ലോട്ട്. ജെ ഒമേഗ മൈനസ് സിഗ്മ മൈനസ് ജെ ഒമേഗ. അപ്പൊ കറസ്പോണ്ടിങ് ഇസഡ് ഡൊമെയിനിൽ എവിടെ വരും? സിഗ്മ ഗ്രേറ്റർ ദാൻ 0. ഈ ഇക്വേഷനകത്ത് സിഗ്മ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ സിഗ്മ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് ആണല്ലേ? അപ്പോൾ ആറിന്റെ വാല്യൂ എന്ത് വരും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതുകൊണ്ട് ഇത് പുറത്തോട്ടായിരിക്കും, യൂണിറ്റ് സർക്കിളിന് പുറത്തോട്ടായിരിക്കും ഈ പോൾസ് എന്ത് ചെയ്യുന്നത്? മാപ്പ് ആവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ റൈറ്റ് സൈഡിലത് ഇത്രയും ഇതിനകത്ത് നമുക്ക് ഇൻഫർ ചെയ്യാം. ജെ ഒമേഗ ആക്സിസിലാണ് നമ്മുടെ പോൾസ്, ഫിൽറ്ററിൻ്റെ പോൾസ് റിമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൺ ദ സർക്കിളിലോട്ട് മാപ്പ് ചെയ്യും. ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ, റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ദി സർക്കിൾ. അപ്പം ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് മാപ്പിംഗ് കിട്ടി അല്ലേ? അതായത് അനലോഗ് ഡൊമൈൻ എസ് ഡൊമൈനിൽ നിന്ന് ഇസഡ് ഡൊമൈനിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇമ്പൾസ് ഇൻവേരിയൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇമ്പൾസ് ഇൻവേരിയൻ മെത്തേഡ് നോക്കുന്നത്. സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പം നമുക്ക് എപ്പോഴും സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദി യൂണിറ്റ് സർക്കിൾ ആയിരിക്കും. അതായത് പോൾസ് ലെഫ്റ്റ് സൈഡിൽ വരുന്നതായിരിക്കും എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫിൽറ്റർ തരുന്നത്. അപ്പം നമ്മൾ ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇസഡ് ഡൊമൈൻ അകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കും പോൾസ്. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ആ കറസ്പോണ്ടിങ് പോൾസിനുള്ളതേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഡിസൈൻ ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഒരു HA(S), നമ്മൾ ഇമ്പൾസ് ഇൻവേരിയൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം HA(S) എന്ന് പറഞ്ഞാൽ അനലോഗ് സിസ്റ്റമാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു ബേസിക് ആയിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സിഗ്മ k = 1 to n CK/S - P.
ഇപ്പം പി കെ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ വരുന്ന ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഡിനോമിനേറ്റർ ഉണ്ടോ അതിനെ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് നമ്മൾ പോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റ് ഓഫ് പി കെ ആണ് പോൾസ് ഓഫ് ദിസ് അനലോഗ് ഫിൽട്ടർ. ദെൻ സി കെ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷൻ കോഎഫിഷ്യൻസ്. പാർഷ്യൽ ഫ്രാക്ഷൻ കോഎഫിഷ്യൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലാണ് നമ്മുടെ എന്ത് HA(s) കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സേ എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ S/S+1 ഇൻറ്റു S+2 ഫോമിലായിരിക്കും. അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷനോട്ട് ആ ഇക്വേഷനെ കൺവേർട്ട് ചെയ്ത് എഴുതാം. ഫോർ എക്സാമ്പിൾ S/S+1 ഇൻറ്റു S+2. ഇതാണ് നമ്മുടെ HA(s) എന്നുള്ള അനലോഗ് ഫിൽട്ടർ. അപ്പോൾ അതിന് ഞാൻ നമുക്കറിയാം A/S+1 + B/S+2 എന്നുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാം അല്ലേ. അപ്പോൾ ആ AB എന്നുള്ളതാണ് ഇവിടെ CK ആയിട്ട് കൊടുത്തേക്കുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ കോഎഫിഷ്യൻസ്. അങ്ങനെ എത്ര പാർഷ്യൽ ഫ്രാക്ഷൻ ടേംസ് ഉണ്ടോ അത്രേനെ സം ചെയ്തിട്ട് ഓരോ പോൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഈ സമ്മേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് സിഗ്മ. അപ്പം നമ്മൾ ഇങ്ങനെ തരുന്ന ഒരു അനലോഗ് ഫിൽറ്ററിനെ ഇമ്പൾസ് ഇൻവേരിയൻറ്റ് മെത്തേഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് എഴുതുകയാണ്. അതുകൊണ്ടാണ് ഈ സിഗ്മ ഒരു അനലോഗ് ഫിൽറ്ററിനെ ഈ ഫോമിൽ വന്നത്. ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ കോഎഫിഷ്യൻസും ഇത് പോൾസുമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ സമ്മേഷൻ ആക്കിയിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ എടുത്ത് നോക്കുന്നത്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ്റെ ഇൻവേഴ്സ് എടുക്കാം, ബോത്ത് സൈഡ്സ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? HA(s)ന് കറസ്പോണ്ടിങ് ടൈം ഡൊമെയിനിൽ HA(t) വരും. ദെൻ നമുക്കറിയാം ഇത് ലാപ്ലാസ് ഡൊമെയിൻ ആണ്. അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം രണ്ട് സൈഡിലും എടുക്കുമ്പോഴത്തേക്കും സിഗ്മ k = 1 to n CK/S - PK ആണ്. അതായത് 1/S+Aയുടെ ഇൻവേഴ്സ് എന്താണ്? ലാപ്ലാസ് ഇൻവേഴ്സ് e⁻⁻⁴ ആണ്. ഇവിടെ എന്താണോ വരുന്നത് അതിൻ്റെ നെഗറ്റീവ് മുകളിൽ വരും. അപ്പോൾ ഇവിടെ നമുക്ക് CK കോൺസ്റ്റന്റ് ആണ്. ദെൻ 1/S - PK ഫോർമുല. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും? e⁻⁻ വന്നു കഴിഞ്ഞാൽ പ്ലസ് ആവും, PKT. ഇതാണ് എന്ത് നമ്മുടെ ഫോർ t > or = 0 ഇൻവേഴ്സ്. ഈ ഇക്വേഷൻ്റെ ഇൻവേഴ്സ് നമുക്ക് വേണ്ടത് HA(s)ൽ നിന്ന് H(z) ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന് തന്നിരിക്കുന്ന അനലോഗ് ഫിൽറ്ററിനെ ഈ ഫോമിലേക്ക് ആക്കി അതിൻ്റെ കറസ്പോണ്ടിങ് എന്ത് കണ്ടുപിടിച്ചു? HA(t). ഇതെല്ലാം എന്താണ്? അനലോഗ് ഡൊമെയിൻ ആണ്. നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ Z ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഡൊമെയിനിലോട്ട് ആക്കണം. അപ്പോൾ നമുക്ക് ഈ സിഗ്നലിനെ ഒന്ന് സാമ്പിൾ ചെയ്യാം. സാമ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ടിക്ക് പകരം NT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NT ഈസ് ദി സാമ്പിളിംഗ് ടൈം പീരീഡ്. അപ്പം നമുക്ക് സാമ്പിൾ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? HA(nt) = നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു H(n). അതായത് സാമ്പിൾ ചെയ്തിട്ടുള്ള സിഗ്നലാണ് HA(n). HA(ntനെ സാമ്പിൾ ചെയ്തു H(nt) ആക്കി. അതാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു H(n). = സിഗ്മ k = 1 to n CK e⁻⁻PK Tക്ക് വരെ എന്ത് കൊടുക്കുക? NT. ഓക്കെ ആണല്ലോ. ഇത് നമ്മുടെ ഇക്വേഷൻ 2. നമുക്ക് വേണ്ടത് ഇതിന്റെ കറസ്പോണ്ടിങ് Z ട്രാൻസ്ഫോം ആണ്. H(z) കണ്ടുപിടിക്കുകയാണ്. അപ്പം H(z)ന്റെ ബേസിക് ഇക്വേഷൻ എന്താ? സിഗ്മ n = 0 to ∞ H(n) Z⁻⁻n. ഇനി ഈ 2 എന്നുള്ള വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം നമുക്ക് H(ന്റെ വാല്യൂ അറിയാം. അതാണ് ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഫിൽറ്റർ കിട്ടത്തില്ലേ? H(n) is സിഗ്മ k = 1 to n CK e⁻⁻PK NT into Z⁻⁻n. ഓക്കെ ആണല്ലോ. ഞാൻ സമ്മേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി. സിഗ്മ k = 1 to n സിഗ്മ n = 0 to ∞ CK e⁻⁻PK NT Z⁻⁻n.
ഓക്കെ ആണല്ലോ. ഇതിനകത്ത് സി കെ കോൺസ്റ്റന്റ് ആണ്. ബാക്കി ടേം എന്ത് വരും? ഇ റേസ് ടു പി കെ ടി ഇസഡ് റേസ് ടു -1 ദ ഹോൾ റേസ് ടു എൻ എന്ന് എഴുതിക്കൂടെ? ബാക്കി ടേമിന് ഞാൻ ഇങ്ങനെ എഴുതി, സിഗ്മ കെ ഈക്വൽ ടു 1 to n, സിഗ്മ എൻ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി. കെയും എന്നും ആണ് വേരി ചെയ്യുന്നത്. ബാക്കി സി കെ ഇ റേസ് ടു പി കെ, രണ്ടിൽ നിന്നും ടി കോമൺ എടുത്തു, എൻ കോമൺ എടുത്തു, ദ ഹോൾ റേസ് ടു. നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതി, സിഗ്മ k equal to 1 to n, sigma n equal to 0 to infinity, ck e raised to pkt z raised to -n the whole raised to. ഇപ്പോഴേ നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിഗ്മ h of z ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to n. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ എക്സ്പ്രഷൻ ആണ്. സിഗ്മ സമ്മേഷൻ ഇൻഫിനിറ്റി എ റേസ് ടു എൻ അല്ലേ, സമ്മേഷൻ ഇൻഫിനിറ്റി എ റേസ് ടു എൻ ഫോമിലാണ് കിടക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സമ്മേഷൻ എൻ ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ്റെ വാല്യൂ എന്താണ്? 1/1 - അപ്പം 1/1 - ഇപ്പം ഇതിൻ്റെ വാല്യൂ എ റേസ് ടു എൻ, എയുടെ സ്ഥാനത്ത് ഇത്രയാണ് കിടക്കുന്നത്. അപ്പം അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുമ്പം സി കെ കോൺസ്റ്റൻ്റ് ആണ് 1/1 - എ. എ ഇസ് ഇ റേസ് ടു പി കെ ടി ഇസഡ് ഇൻവേഴ്സ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്ക് ഒരു അനലോഗ് ഫിൽട്ടർ തന്നിട്ടുണ്ടെങ്കിൽ ഇമ്പൾസ് ഇൻവേരിയൻ്റ് ഉപയോഗിച്ച് ഡിജിറ്റൽ ഫിൽട്ടർ ആക്കാൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സി കെ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന അനലോഗ് ഡൊമൈനിൽ നിന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി ഓരോ വാല്യൂസ് കണ്ടുപിടിക്കും. ദെൻ പി കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന അനലോഗ് ഫിൽറ്ററിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ കിട്ടുന്ന പോൾസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇസഡിലെ ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്. അതാന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത പോൾസിനും പാർഷ്യൽ ഫ്രാക്ഷൻസിനും കറസ്പോണ്ടിങ് അനലോഗ് ഫിൽറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ ഫിൽറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത് സാമ്പിളിംഗ് ടൈം വളരെ സ്മോൾ ആണെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ദെൻ ഫോർ ഹയർ സാമ്പിളിംഗ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടിയും കൂടെ വരും, ടി സി കെ ബൈ 1 - ഇ റേസ് ടു പി കെ ടി ഇസഡ് ഇൻവേഴ്സ്. ബട്ട് സാമ്പിളിംഗ് ടൈം ഒരു 5 ഒക്കെ വരുവാണെങ്കിൽ നമ്മളിവിടെ ടി സി കെ ബൈ ഇങ്ങനെയും കൂടെ വരും. ഫോർ ഹയർ സാമ്പിളിംഗ് ടൈം 1 to n, k equal to 1 to n, ടി സി കെ ബൈ 1 - ഇ റേസ് ടു പി കെ ടി ഇസഡ് ഇൻവേഴ്സ്. ഇവിടെ ഒരു ടിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ ആണല്ലോ. ഇത് ഫോർ സ്മോളർ ടൈം പീരീഡ് ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു അനലോഗ് ഫിൽറ്ററിൽ നിന്ന് ഡിജിറ്റൽ ഫിൽറ്റർ ബൈ ഇമ്പൾസ് ഇൻവേരിയൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ ഇസഡ് റേസ് ടു എസിനെ ഇ റേസ് ടു പി കെ ടി അല്ലെങ്കിൽ ഇ റേസ് ടു എസ് ടിയിലോട്ട് ആക്കുമ്പോഴത്തേക്കും എന്തെല്ലാം മാറ്റങ്ങളാണെന്നാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ക്ലിയർ ആവും. പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.